ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഖത്തറിൽ ജോലി ചെയ്യുന്ന ബ്ലസം ബ്രദറും സിസ്റ്റർ ഷീബയുമാണ്. ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനം ഇന്ന് നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്ന് അത് വിട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് 2018 തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞിരുന്നു, 2019 വേനൽക്കാലമാകുമ്പോൾ നല്ല ചൂടായിരിക്കും എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരുന്നു. സാധാരണ കേരളം ഇന്നേവരെ കാണാത്ത ചൂടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളത് അനൗൺസ് ചെയ്തതുമാണ്. നമ്മളത് നേരത്തെ ഒരുക്കമുള്ളവരായിരുന്നു. നമ്മുടെ ടീം നേരത്തെ ഒരുക്കമുണ്ടായിരുന്നു. നല്ല ചൂടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവിൻ്റെ മെസ്സേജ് പ്രകാരം. ഇന്ന് കർത്താവ് പറയുന്ന പ്രകാരം തന്നെയാണ് ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണിത് കാരണം? ഈ ലോകത്തിൻ്റെ ഭരണാധികാരി, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ജീവിക്കുന്ന ദൈവമാണെന്ന് അവിടുന്ന് അടയാളങ്ങളിലൂടെ തന്നെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മെസ്സേജ് എടുത്തായിരുന്നു, സന്ദേശം ചോദിച്ചായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ബദലായി മറ്റൊരു നാമത്തിൻ്റെ മുമ്പിൽ ജനങ്ങൾ പോകുകയും അവിടെ പോയി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, കർത്താവെ, ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച്, അത് അവിടുത്തെ ഹിതപ്രകാരവും അവിടുത്തെ അപ്പോയിൻമെൻറ്റോടുകൂടി നടത്തുന്നതാണോ? ആണെങ്കിൽ ഞങ്ങളെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ കർത്താവ് എനിക്ക് മെസ്സേജിൽ അത് അല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യമല്ല. ബൈബിളിലൂടെ മെസ്സേജ് ചോദിച്ചപ്പോൾ യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. കാളയ്ക്ക് അതിൻ്റെ ഉടമയെ അറിയാം, പക്ഷേ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഈ ഒരു വചനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ അതിനെ ശക്തമായിട്ട് പ്രസംഗങ്ങളിലൂടെ എതിർക്കും, പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ ഞാനത് മനുഷ്യൻ്റെ സപ്പോർട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. യേശുക്രിസ്തു പറയുന്നത് ഇത് പൈശാചിക തന്ത്രമാണ്. കാരണം ഞാനാണ് യഥാർത്ഥ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി എന്നിലൂടെ അല്ലാതെ മറ്റൊരു ഉടമ്പടി ലോകത്തുണ്ടാവാൻ പാടില്ല. പുതിയ ഉടമ്പടി ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു ഉടമ്പടിയുടെ ആവശ്യം ജനത്തിനില്ല. അപ്പോൾ അത് ശക്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശക്തമായി നീ അതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ എതിർക്കാൻ കർത്താവ് ലൈസൻസ് തന്നാൽ പിന്നെ ഇനി എതിർക്കും. ഇനി ആരൊക്കെ എതിരായാലും എതിർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ മനസ്സിലാക്കുക, നമുക്ക് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാതെ പലതിനെയും നമുക്ക് രക്ഷകയും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനെ യാതൊരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. അത് കണക്ക് തന്നെ ദൈവജനം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യേശുവിനോടൊപ്പം കഴിയുന്നതോടൊപ്പം തന്നെ യേശുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിക്കാതെയും നമുക്ക് ജീവിക്കാം, എന്നാൽ നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് തുടരുകയും ചെയ്യാം. പക്ഷേ അപ്പോസ്തല പ്രവർത്തനത്തിലെ ഒരു വചനഭാഗം, ഞാൻ അതിൻ്റെ വ്യാഖ്യാനമല്ല, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവാൻ പറ്റും. അത് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമര്യായിൽ ചെന്ന് വചനം പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്, ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസ് ശമര്യായിൽ ചെന്ന് പറഞ്ഞ വചനം എന്തായിരുന്നു, എപ്രകാരമായിരുന്നു അപ്പോസ്തലന്മാർ വചന പ്രഘോഷണം നടത്തിയത്, എപ്രകാരമായിരുന്നു? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായും അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ കിടക്കുകയാണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, 11-ാമത്തെ വാക്യം, ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ നടത്തിക്കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരുത്തം ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു?
അവൻ്റെ പേര് ഷിമയോനാണ്. അപ്പോൾ ഈ ഷിമയോൻ എന്നുള്ള പേര് വരണമെങ്കിൽ ജൂതനാണ്. ജൂതന്മാർക്കാണ് ഷിമയോൻ എന്നുള്ള പേര്. ഇയാൾ ജൂതനാണ്, പക്ഷെ ശമരിയക്കാരനുമാണ്. ശമരിയക്കാരനായ ജൂതന്മാരെ സംബന്ധിച്ച്, അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഇസ്രായേൽക്കാരനാണ്. ജൂതൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെയാണ് പറയുന്നത്. ഇസ്രായേൽക്കാരനാണ്, ഒരു ഇസ്രായേൽക്കാരനാണ് ഇവൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും എല്ലാം വേറെ ലെവലിലേക്ക് പോയി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജാതീയനല്ല ഇത്. യഹൂദന്മാരെ സംബന്ധിച്ച് ഇയാൾ ജാതീയനാണെങ്കിലും, പക്ഷേ ചരിത്രങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഇസ്രായേലിയനാണ്. ഇനി ശ്രദ്ധിക്കുക, മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിച്ചിരുന്നാൽ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. കുട്ടികളും വലിയവരെല്ലാവരും ഈ മാന്ത്രികൻ്റെ പുറകെയായിരുന്നു. കാരണം ഇദ്ദേഹം പറയുന്ന കണക്ക് അത്ഭുതങ്ങൾ നടക്കും, ഇദ്ദേഹം പറയുന്ന കണക്ക് അടയാളങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ ആ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും യാഹ്വയുടെ നാമധേയത്തിലോ മറ്റ് മോശ പഠിപ്പിച്ച പുസ്തകങ്ങളുടെ അല്ലെ മോശയിലൂടെ ദൈവം കൊണ്ട് തന്ന നമ്മുടെ തോറയിലൂടെയുള്ള വചനത്തിൻ്റെ അഭിഷേകത്താലോ അല്ല. അയാൾ എവിടെയോ ജാതികളിൽ നിന്ന് പഠിച്ച ഒരു മാന്ത്രിക വിദ്യ കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ വലിയവരും ചെറിയവരെല്ലാം ഇയാളുടെ കൂടെ പോകാൻ തുടങ്ങിയത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, എന്ത് സംഭവിക്കുകയാണ്? എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും നോക്കിക്കോണേ, ശ്രദ്ധിക്കണേ. ഫിലിപ്പോസ് പ്രസംഗിച്ചത് ഏതൊക്കെ വിഷയമാണെന്ന് ശ്രദ്ധിച്ചോണം. ഏതൊക്കെ വിഷയമായിരുന്നു? ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും. ഇതൊക്കെ ഇപ്പോഴത്തെ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഫിലിപ്പോസ് പ്രസംഗിച്ച വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒന്ന്, ഒരു മന്ത്രവാദി മാനസാന്തരപ്പെടാൻ ഫിലിപ്പോസ് പ്രസംഗിച്ച വിഷയം ഏതാണ്? ഒന്ന് ഏതാണ്? ദൈവരാജ്യം. രണ്ടാമത് എന്താണ്? മരിച്ചു കഴിഞ്ഞ് നീ എവിടെയായിരിക്കും? ദൈവത്തിൻ്റെ രാജ്യം എങ്ങനെ, എപ്രകാരമാണ് നീ അതിൽ ജീവിക്കേണ്ടത്? എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ശമരിയെ ചെന്നിട്ട് എടുത്തത്. അല്ലാതെ നിങ്ങൾ 6 വട്ടം വന്ന് ഇവിടെ തോണ്ട് എന്നിട്ട് 7ാമത്തെ വട്ടം അവിടെ കൊണ്ട് ഉടമ്പടി ഉറപ്പിക്കുക, ഈ തോന്നിവാസങ്ങളൊന്നുമല്ല. ദൈവരാജ്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. അങ്ങനെ അവരെ ശുദ്ധരായ ഒരു സമൂഹമായി മാറ്റിയെടുക്കാൻ അപ്പോസ്തലന്മാർ തയ്യാറായി. അതല്ല ഇന്നത്തെ കാലത്ത് മാറിപ്പോയി. ഇന്നത്തെ കാലം സത്യം പറഞ്ഞാൽ ഞാൻ സുവിശേഷകരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിധിക്കുവാണ്, ഞങ്ങളെ തന്നെ എന്നെയും കൂടെ ഉൾപ്പെടെ വിധിക്കുവാണ്. സുവിശേഷ വേല എന്താണെന്ന് ഇന്നത്തെ ജനത്തിന് അറിയത്തില്ല. ഇന്ന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഞാൻ ഇട്ടിരിക്കുന്ന പ്രയർ ഗ്രൂപ്പിൽ ആൾ വരണം. ആ ആൾ വരാൻ വേണ്ടി അവരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നു കൊടുക്കും. ഈ തലത്തിലേക്ക് ജനം മാറി, സുവിശേഷകർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഹാളിലിരിക്കുന്ന ആരുടെങ്കിലും ഞാൻ ചോദിക്കുക, ദൈവരാജ്യം എന്താ എന്നാൽ എന്ത്? ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ട്? എങ്ങനെ ഇരിക്കുക ദൈവരാജ്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറയുമോ? പറയത്തില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ല. നിങ്ങളാകെ കേട്ടിരിക്കുന്നത് നിങ്ങളുടെ 7 വട്ടം ഇവിടെ വന്ന് ഇന്നത് ചെയ്താൽ നിൻ്റെ ഇന്ന കാര്യം കിട്ടും, 7 പ്രാവശ്യം ഇവിടെ വന്ന് ഇന്നത് ചെയ്താൽ ഇന്ന കാര്യം കിട്ടും. ഇതാണ് നിങ്ങളാകെ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ ഇഷ്ടമാണ്. മാന്ത്രികൻ ചെയ്തതും അത് തന്നെയായിരുന്നു. പക്ഷെ യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണിച്ചിട്ടില്ല, അപ്പോസ്തലന്മാരും കാണിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രൂപ്പ് വളർത്താത്ത ഒരു ദൈവമായിരുന്നു യേശുക്രിസ്തു. ഒരിടത്തുണ്ടോ ജനം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യന്മാർ നോക്കിയപ്പോൾ കാണാൻ രാവിലെ ആയപ്പോൾ യേശുവില്ല. കഫർനാമിൽ പത്രോസിൻ്റെ വീട്ടിലായിരുന്നു, യേശുവില്ല. യേശുവിനെ കാണാതെ ശിഷ്യന്മാരെല്ലാം കൂടെ പോയി നോക്കിയപ്പോൾ കാണാം വിജനമായി. നമ്മുടെ ഈ പുൽത്തകിട് പോലെ നമ്മുടെ ഈ ക്രിസ്മസ് പുല്ലുകളില്ലേ, ക്രിസ്മസ് പുല്ല് അറിയത്തില്ലേ, അതുപോലെയാണ് പത്രോസിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് മൊത്തവും ഈ നമുക്ക് എൻഡ് കാണാൻ പറ്റത്തില്ല, അന്നിങ്ങനെ നിരന്ന് വെറുതെ കിടക്കുക, സ്ഥലങ്ങൾ വെറുതെ കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൊത്തം ഈ ക്രിസ്മസ് പുല്ലുകൾ ഇങ്ങനെ വളർന്ന് നിൽക്കുക. എവിടെയാണ് ഒരാൾ പോയി അതിൻ്റെ ഇടയിൽ പോയിരുന്ന അറിയത്ത് പോലുമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തി. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇന്നലെ രാത്രത്തെക്കാളും ആള് ഭയങ്കരമായിട്ട് ഇടിച്ചു കയറി വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ഇപ്പോൾ ഉണ്ട്, വാ അടുത്ത രോഗശാന്തി ശുശ്രൂഷ നടത്താം. കർത്താവ് പറഞ്ഞു പോടാന്ന് പറഞ്ഞു, നമുക്കിനി അടുത്ത പട്ടണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു.
ഇവിടെ ഗ്രൂപ്പ് വളർത്തക്കമല്ല എൻ്റെ ജോലി, പ്രസംഗിക്കുക. ദൈവരാജ്യം, ദൈവരാജ്യം പ്രസംഗിക്കുക, അതാണ് എൻ്റെ ജോലി. അത് കാരണം ഇവിടെ ഗ്രൂപ്പ് വളർത്തുന്നത് ഞങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ ചില സമയത്ത് ജീസസ് വിഷൻ എല്ലാം അടച്ചു പൂട്ടിയിടും. നിങ്ങൾ കണ്ട കഴിഞ്ഞ 2 മാസം ഒറ്റയിടത്ത് ഞങ്ങൾ ധ്യാനം നടത്തിയില്ല. ഒറ്റയിടത്തും ധ്യാനം നടത്താൻ പോയില്ല, അടച്ചു പൂട്ടിയിട്ട് പോകേണ്ടവരൊക്കെ എവിടാന്ന് വെച്ചാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. എവിടാന്ന് വെച്ചപ്പോൾ ഗ്രൂപ്പ് വളർത്തക്കമല്ല ഞങ്ങളുടെ ജോലി, അതല്ല. ഇവിടെ ഗ്രൂപ്പ് വളർത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഇടപെടുന്ന രീതികൾക്കെല്ലാം വേറെ രീതി വന്നേനെ. സോപ്പിട്ട് ചിരിച്ച് അമ്മാമ്മയെ എത്ര നാളായി കണ്ടിട്ട്. ഇവിടെ ആ പരിപാടിയൊന്നുമില്ല. ഇവിടെ കർത്താവിൻ്റെ ദൂത് അനുസരിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കണ്ടുപോരുത് മുന്നിൽ എന്ന് പറയും. അതാണ് ഇവിടുത്തെ രീതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ വന്നാൽ മതി എന്നുള്ള താല്പര്യത്തിൽ തന്നെ ധ്യാനം നടത്തുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഗ്രൂപ്പ് വളർത്തി ജീസസ് വിഷൻ അടുത്ത ആളെ ഭാരമേൽപ്പിച്ച് എന്നാ മോനെ ഇനി നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരമേൽപ്പിച്ച് പോകുന്ന പരിപാടിയില്ല. എൻ്റെ കാലത്തോടുകൂടി ഈ സംഭവം അവസാനിക്കും. അതാണ് അതോടുകൂടി. അതുകൊണ്ട് ഇവിടെ ജീസസ് വിഷന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കുക, വസ്തു മേടിക്കുക, ഈ കലാപരിപാടിയും ഇല്ല. മരിക്കുന്നത് വരെയും പ്രസംഗിക്കുന്നത് തമ്പുരാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ. ഒരു സഭാ നേതാവിനെയോ ഒരു സമൂഹത്തെയോ സന്തോഷിപ്പിക്കാൻ ക്ലാസ് എടുക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഉറപ്പ് പറയുന്നത്. നിങ്ങളുടെ ഉറപ്പ് പറയുകയാണ്, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു നാമത്തിൻ്റെ മുമ്പിൽ രക്ഷ തേടി പോകരുത്. അത് ബൈബിൾ വിരുദ്ധമാണ്. ക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമാണത്. നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇനി ശ്രദ്ധിക്കുക, ഞാനിത് പറഞ്ഞു വരുന്നത്. എന്നാൽ അപ്പം മാന്ത്രിക വിദ്യയുണ്ട്. അപ്പം അവരെന്തൊക്കെയാണ് പ്രസംഗിച്ചത്? വായിക്കാം നമുക്കത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു. നോക്കണം, ജാതികളാ ഒന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ജനത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളയുന്ന സാധനങ്ങളാണ് ഈ ശമരിയക്കാരെന്ന് പറയുന്നത്. ആ സാധനങ്ങളുടെ മുമ്പിൽ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ അതിൽ കുറേ എണ്ണം മാനസാന്തരപ്പെട്ടു, കുറേ എണ്ണം രക്ഷപ്പെട്ടു. യേശുക്രിസ്തു നേരിട്ട് എന്ന് ക്ലാസ് എടുക്കാത്ത സ്ഥലമാണ്. ക്ലാസ് എടുത്തിട്ട് നടക്കാത്തടത്താണ് ഇപ്പൊ ഫിലിപ്പോസ് അതാ എന്നേക്കാൾ വലുത് നിങ്ങൾ ചെയ്യും. ആ തമ്പുരാന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയോ? യേശുക്രിസ്തു പോയിട്ട് നടക്കാത്തടത്താ ഇപ്പൊ ആര് പോയിരിക്കുന്നത്? ഫിലിപ്പോസ് യേശുവിന്റെ ആത്മാവിൽ പോയിരിക്കുന്നത്. അവിടെ നടന്നു, അവിടെ അത്ഭുതം നടന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഇനി അടുത്തത് കേൾക്കുമ്പോൾ എന്ത് കേൾക്കുകയാണ്? എന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാവരും വിശ്വസിച്ചു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ശിമയോൻ പോലും എല്ലാവരും എന്ത് സ്വീകരിച്ചു? സ്നാനം സ്വീകരിച്ചു. ശിമയോൻ എന്ത് സ്വീകരിച്ചു? ശിമയോനും വന്ന് സ്നാനം. അവനെ ചലനമുണ്ടാക്കാൻ, അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലേലും അവനെ ചലിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് സാധിച്ചു. ഞാനിത് നിങ്ങളുടെ ഈ എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിക്കാം. നിങ്ങൾക്ക് ചടങ്ങ ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം, നേർച്ച ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം, ഇപ്പം ഉടമ്പടി ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ തത്വങ്ങളിൽ ജീവിക്കുന്നവർ മാത്രമേ ദൈവരാജ്യം, ഫിലിപ്പോസ് പ്രസംഗിച്ച ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനും സഞ്ചരിക്കുവാനും ഇരിക്കുവാനും സാധിക്കുകയുള്ളൂ. അതാണ് ദൈവരാജ്യത്തിൻ്റെ വേറെ കാറ്റഗറി. അത് അല്ലാത്തവർക്കൊക്കെ ജീവിക്കാം. മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം ഉണ്ടോ ഇല്ലയോ അതൊക്കെ വിധിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തുവിൻ്റെ കൂടെ മരണശേഷം നിനക്ക് നടക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ കൂടെ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ നീ ക്രിസ്തു പഠിപ്പിച്ചത് മാത്രം അനുസരിച്ചാലേ പറ്റത്തുള്ളൂ. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കാം, ആരാധിക്കാതെ ജീവിക്കാം. നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ തൊട്ടുമുത്തിയാലേ പ്രാർത്ഥന വരുത്തുള്ളെങ്കിൽ തൊട്ടുമുത്താം. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേർച്ച കാഴ്ചകളും ഉടമ്പടികളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടന്നാലേ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവത്തുള്ളെങ്കിൽ നിങ്ങൾ അങ്ങനെ നടന്നു. പക്ഷേ ക്രിസ്തുവിന് മാറ്റമില്ലെന്ന് ഓർത്തുകൊള്ളണം.
ഒരിക്കൽ ഒരു പ്രാർത്ഥനയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു നല്ല പ്രാർത്ഥന ആത്മീയമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും പോകുന്നില്ല ബ്രദർ, ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥന നടത്താൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ അതെന്താണ് വിഷയം, എന്താണ് ബ്രദർ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് പേരെയും കൂടെയൊക്കെ കിട്ടിയേനെ, ആത്മാവിൽ കുറേ നല്ല വർക്കറാണ്, അങ്ങ് ഇങ്ങനെ മാറിയിരിക്കാൻ പാടില്ല, അങ്ങ് പ്രാർത്ഥനയ്ക്ക് പോകാതെ ഇരിക്കുന്നത് ശരിയല്ല. ഇല്ല ബ്രദറെ, എന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് ദൈവവേല ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ശരി ബ്രദറെ, എന്താണ് ബ്രദറിൻ്റെ പ്രോബ്ലം എന്താണ്? പ്രോബ്ലം മീൻസ് എനിക്ക് വിശുദ്ധ ജീവിതം സാധ്യമല്ല, ഞാൻ അശുദ്ധനായിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പഴയകാല ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരിൽ നിന്നൊന്നും മാറുവാനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ വയ്യാത്തത് കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി എന്തായാലും ഞാൻ ഭാവിയായിട്ട് ഞാൻ അങ്ങ് ജീവിക്കുക. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് ബോധമുണ്ട് ബ്രദറെ, മരിച്ചു കഴിഞ്ഞാൽ നരകം തന്നെ, യാതൊരു സംശയമില്ല, നരകം തന്നെ. എനിക്ക് തന്നെ ഫിക്സായി, ഞാൻ നരകത്തിലേ പോത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നലുണ്ടായി, ആ മകനെ എങ്ങനെയെങ്കിലും, കാരണം ബോധമുള്ള മനുഷ്യനാണ്, സുബോധം നഷ്ടപ്പെട്ടവനല്ല. ഈ സുബോധം നഷ്ടപ്പെട്ടവരാണ് പറഞ്ഞാൽ കേൾക്കാത്തവർ. സുബോധമുള്ളവർക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ബോധമുണ്ടാകും. ഇയാൾക്ക് സുബോധം ഉണ്ടായിരുന്നു, ധൂർത്തപുത്രന്. എപ്പോഴാണ്? പന്നിക്കുട്ടി കടന്നപ്പോൾ ബൈബിൾ പറയുന്നവന് സുബോധം വന്നെന്ന്. അതാണ് സുബോധവും ഇല്ലാത്തവരും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ സുബോധം ഉള്ളവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മഗ്ദലന മറിയത്തെ കൊണ്ടു നിർത്തിയിട്ട്, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടു നിർത്തിയിട്ട് നിങ്ങളിൽ പാപമില്ലാത്തത് കല്ലെറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുബോധം ഉള്ളവരെല്ലാം ഇറങ്ങി പുറത്തു പോകും, സുബോധം ഇല്ലാത്ത സാധനങ്ങൾ കല്ലെറിയും. അതതിൻ്റെ വ്യത്യാസം അതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, സുബോധവും ഇല്ലാത്തത്. സ്വന്തത്തെ ഇയാൾക്ക് സുബോധമുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ത്, ഞാൻ ചെയ്യുന്ന തെറ്റുകാരനാണ്, എനിക്ക് ദൈവത്തിൻ്റെ വചനം എടുക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന് സുബോധമുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബ്രദർ ദൈവത്തിൻ്റെ നല്ലൊരു വചനപ്രഘോഷകനാണ്, അനേകം വ്യക്തികളെ ദൈവ വേലയിലേക്ക് അങ്ങ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ ഈ ബലഹീനത എങ്ങനെ വന്നത്, എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ? അതൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉടനെ പറഞ്ഞു, ഇല്ല ബ്രദർ ഞാൻ പറഞ്ഞു തന്നു, ആദ്യം അങ്ങൊരു കാര്യം ചെയ്യണം. ഈ ബലഹീനത മാറണമെങ്കിൽ ഈ വിഗ്രഹം വെച്ചുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിഗ്രഹത്തെ, ഞാൻ ഏത് വിഗ്രഹമാണെന്നൊന്നും പറയുന്നില്ല, ക്രിസ്തീയ വിഗ്രഹമാണ്, അതിലൊരു വിഗ്രഹം. ഈ വിഗ്രഹത്തെ വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു തുണി കെട്ടും. ഈ തുണി കെട്ടിയിട്ട് ഈ തുണി ജനങ്ങളുടെ കയ്യിൽ പിടിപ്പിക്കാൻ കൊടുക്കും. തുണിക്ക് നല്ല നീളമുണ്ട്. ഈ തുണിയിൽ ആരെയൊക്കെ പിടിച്ചോണം? ഈ വരുന്ന പ്രാർത്ഥനക്കാരെല്ലാം പിടിച്ചോണം. പിടിച്ചിട്ട് വിഗ്രഹത്തോട് പറയും, അനുഗ്രഹം കൊടുത്താട്ടെ. അപ്പോൾ ഈ തുണി പിടിക്കുന്ന ആൾക്കാരെല്ലാം അനുഗ്രഹം. ഇതായിരുന്നു കലാപരിപാടി. പറഞ്ഞ മനസ്സിലായോ? അത് പൊട്ടിപ്പോയി, ആ ഗ്രൂപ്പ് പൊട്ടിപ്പോയി. പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം നല്ല ക്രിസ്തു സ്നേഹി. ഈ സ്നേഹം കൂടുതൽ കാരണമാണ് ഈ വിഗ്രഹ പരിപാടി ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നല്ല ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു. അല്ല, തല്ലിയാൽ പോലും ഒരു വാക്ക് പറയത്തില്ല. ആ ഒരു കാര്യം ഭയങ്കര പവറായിരുന്നു. അപ്പം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഈ വിഗ്രഹത്തിൽ നിന്നാണ് ഈ സ്പിരിറ്റ്, അതായത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ സംഭവം പറയുന്നത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വിഗ്രഹത്തിൽ നിന്നാണ് ജഡീക പ്രവണതയുടെ സ്പിരിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അയ്യോ ബ്രദർ എന്തോ ഈ തോന്നിയ ദിവസം പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം തന്നെ. വിഗ്രഹത്തോട് അമിതമായി ആരാധിക്കുന്ന വ്യക്തികൾ, ഞാൻ ക്രിസ്തീയ വിഗ്രഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഞാൻ മറ്റു വിഗ്രഹങ്ങളുടെ കാര്യമൊന്നുമല്ല. അത് അവരവരുടെ മതക്കാരെ അവരവർ നോക്കിക്കോട്ടെ, അതിൻ്റെ അകത്തുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയത്തില്ല. പക്ഷേ ഇത് ക്രിസ്തീയ വിഗ്രഹങ്ങളുടെ ഓവറായിട്ട് നിങ്ങൾ അതിനെ ആരാധിച്ചാൽ, ഒരു സഭ പോലും ക്രിസ്തീയ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ എല്ലാ സഭയുടെ ഔദ്യോഗിക പുസ്തകങ്ങൾ എടുത്ത് നോക്കിയിട്ടുള്ളതാണ്. ഒറ്റ സഭയും പഠിപ്പിക്കുന്നില്ല, എല്ലാവരും വിലക്കിയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് സഭയുടെ തന്നെ ധർമ്മം തന്നെ പറയുന്നത്.
സഭ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടേയില്ല. വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചോ, വിഗ്രഹത്തെ നിങ്ങൾ പൂജിച്ചോ എന്ന് ഏതെങ്കിലും ഒരു സുവിശേഷകൻ പ്രസംഗിച്ചാൽ അയാൾ സഭയ്ക്കെതിരെ പ്രസംഗിക്കുകയാണ്. എന്നാൽ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ലെന്ന് ഒരു സുവിശേഷകൻ പ്രസംഗിച്ചാൽ അയാളാണ് കറക്റ്റ് സഭയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്. കാരണം സഭയുടെ നിയമം അതാണ്. വിഗ്രഹങ്ങളെ തൊടാൻ പാടില്ല. വിഗ്രഹങ്ങളെ വെച്ച മെമ്മറി എന്നുള്ള ഈ അറിവില്ലാത്ത സാധു ജനത്തിന്, പഠനങ്ങളോ വിദ്യാഭ്യാസമോ ഇല്ലാതിരിക്കുന്ന സാധു ജനത്തിന് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണ് അത് വെച്ച് തുടങ്ങിയത്. അത് പിന്നെ അപകടമായി മാറി. പിന്നീട് അത് തൊടലായി, ആരാധനയായി, വിഗ്രഹാരാധനയായി, എല്ലാം ഇപ്പം മുടിഞ്ഞ വിഗ്രഹാരാധനയായി മാറി. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിഗ്രഹ ആരാധനയിൽ നിന്ന് ജഡീകത പുറത്തു വരും. അപ്പം നിങ്ങൾ ചോദിക്കും, വിഗ്രഹ ആരാധന ഇല്ലാത്ത ഒരു സമൂഹം, ഒരു സഭകൾ കേരളത്തിലുണ്ടല്ലോ. എത്ര വ്യക്തികളെയാണ് അതിൽ നിന്ന് ജഡ ആസക്തിയിൽ പൊക്കുന്നത്. എത്ര വിഗ്രഹ ആരാധനക്കെതിരെ എത്ര അഘോരം പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അനേകം പേരെ പൊക്കിയിട്ടുണ്ടല്ലോ. അപ്പം വിഗ്രഹത്തെ ആരാധിക്കാത്ത ഇവന്മാരെയും ഈ ജഡീകമായ പാവത്തിൽ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊരു ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായമാണ് ചോദിക്കാം. ഇതെല്ലാം ഞാനും ചോദിച്ചിട്ടുള്ളതാണ് തമ്പുരാനോട്. പക്ഷെ നമുക്കൊരു വചനത്തിലേക്ക് പോകാം. ആ വചനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും വചനത്തിലേക്ക് പോകാം. വചനം ഇതാണ്, നിങ്ങൾക്ക് അറിയാവുന്നൊരു വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അറിയാവുന്നൊരു വചനമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന്, ജഡീകമായ പാപം ചെയ്യുന്നതിന് വേണ്ടി, പരസ്പരം ശരീരങ്ങൾ അവമാനിതമാക്കുന്നതിന് വേണ്ടി അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അശുദ്ധിക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ നീ പോയി ചെയ്തോടാ എന്നല്ല. വിട്ടുകൊടുക്കുക എന്നുള്ളതിൻ്റെ ഗ്രീക്കിൻ്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ ഗ്രീക്ക് ഭാഷ ഒന്നും പറയുന്നില്ല, ഞാൻ അതിൻ്റെ അർത്ഥം അങ്ങ് പറയാം. ഗ്രീക്ക് ഭാഷ എന്ന് പറഞ്ഞാൽ കൈ ഒഴിയുക, അത്രയേ ഉള്ളൂ. അശുദ്ധനായ നീയും ഞാനുമായിട്ട് ഇനിയും ബന്ധമില്ല. നീ നിൻ്റെ വഴിക്ക് പോ, ഞാൻ എൻ്റെ വഴിക്ക് പോവാം. കൈ ഒഴിയുക, അത്രയേ ഉള്ളൂ. വിഗ്രഹാരാധകരുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ തീരുമാനം. നീ നിൻ്റെ വഴിക്ക് പോ, ഞാൻ എൻ്റെ വഴിക്ക് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൈ ഒഴിഞ്ഞു മാറുക, അതാണ് വിട്ടുകൊടുക്കുക. പിന്നീട് ആരാണ് ഈ വിഗ്രഹ ആരാധകനെ പിന്നീട് ആരാണ് നോക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്? ആരായിരിക്കും? ദൈവം അല്ലേ? പിന്നെ ആരാണ്? ഈ സ്പിരിറ്റാണ്. പിന്നെ സ്പിരിറ്റിന്റെ കൺട്രോളിലാണ് അവർ. തുടർന്ന് വായിക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച്, ആ നിർമ്മലമായ മഹത്വം, ദൈവത്തിന്റെ ആത്മാവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വ്യാജം സ്വീകരിച്ചു. വ്യാജത്തെ, കള്ളത്തരത്തെ സ്വീകരിച്ച്, ദൈവം പോലും അല്ലാത്ത ഒരു മുഖത്തെ, ദൈവമാണോ? അല്ല. പിന്നെ ആരുടെ മുഖമാണ്? അതൊരു മനുഷ്യന്റെ മുഖം. അയാൾ ആരായിരുന്നു? കുറ്റവാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയാണ് വരച്ചത്. വ്യാജത്തെ സ്വീകരിച്ചു. അതായത് വചനം എപ്പോഴും സാർവത്രികമാണ് കേട്ടോ. വചനം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലും പിന്നീട് നടക്കുന്ന കാലഘട്ടത്തിലേക്കും ഉള്ളതാണ് വചനം. അപ്പം പിന്നീട് നടക്കാൻ പോകുന്ന കാലഘട്ടത്തെ മുൻകൂട്ടി ആത്മാവ് കണ്ടിട്ട് അന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച് വചനം എഴുതപ്പെടും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് പടങ്ങളും വിഗ്രഹങ്ങളും പിന്നീട്, അതായത് AD 760 ശേഷമാണ് ഇറങ്ങിയത്. AD 760 ശേഷമാണ് പടങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഇറങ്ങിയത്. പക്ഷേ അത് മുൻകൂട്ടി കണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ വചനം എല്ലാറ്റിനും വേണ്ടി, എല്ലാത്തിനുമായി നേരത്തെ എഴുതപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതിന് വായിച്ചോളുക. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും, സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അപ്പൊ എന്തിൽ നിന്നാണ് വികാരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കാരണമായത്? എന്തിൽ നിന്നാ? നിങ്ങൾ തന്നെ പറഞ്ഞ, ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ പറ. നിന്ദ്യമായ വികാരങ്ങൾക്ക് മനുഷ്യൻ അതമ്പതിക്കാൻ കാരണം എന്താണ്? സൃഷ്ടിയെ ആരാധിച്ചതാണ് കാര്യം.
മനുഷ്യ ദൈവങ്ങളെ ആരാധിച്ചാലും ഇതുണ്ടാവും. മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല. മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് ഒരു നന്മയില്ല. മനുഷ്യനായ ഒരു വ്യക്തിയെ നീ ആരാധിക്കാൻ പാടില്ല. നിനക്ക് ആരാധിക്കാൻ ഒരൊറ്റ ഒരാളെ നൽകിയിട്ടുള്ളൂ, അത് ദൈവത്തെ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഞാൻ ആ മകൻ്റെ മുമ്പ് എടുത്തു കൊടുത്തു, ഈ വചനം നീ ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഈ വചനത്തിന് 4 രീതിയിലാണ് അർത്ഥമുള്ളത്. 4 ചാനലാണ് ഈ വചനത്തിനുള്ളത്. അതൊക്കെ നമുക്കറിയാം, അതൊക്കെ വേദപുസ്തക പണ്ഡിതന്മാർ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 4 അത് കറക്റ്റ് ചെയ്യാനാണ്. 4 ഭാഗങ്ങളുണ്ട് ഈ വചനത്തിൻ്റെ അർത്ഥത്തിന്. അതിലൊരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആദിമസഭയിലൊന്നും വിഗ്രഹങ്ങളില്ല. വിഗ്രഹത്തെ തൊടത്തു പോലുമില്ല, സ്പർശിക്കത്ത് പോലുമില്ല. അത് അശുദ്ധമായി, വിഗ്രഹത്തെ അവരതുകൊണ്ടാണ് അശുദ്ധിയായിട്ട് കണ്ടത്. എന്താണ് ഈ വിഗ്രഹത്തിൽ നിന്ന് ഈ അശുദ്ധി, ജഡീകമായ അശുദ്ധി വരുമെന്ന് ശുബ്രദർ പറയുന്നു? എന്താണ് കാരണം? അത് എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? അതിനാണ് അക്കാദിയൻ സുമേറിയൻ എന്ന് പറയുന്ന 2 സബ്ജക്റ്റ് ഉണ്ട്. ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇതിൽ നിന്നാണ് മന്ത്രങ്ങൾ ആദ്യമായി വരുന്നത്. ഈ അക്കാദിയൻ സുമേറിയൻ സബ്ജക്റ്റ് നല്ലപോലെ അതിൻ്റെ തിയറി ഞാൻ പഠിച്ച ഒരാളെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. അക്കാദിയൻ സുമേറിയൻ സംസ്കാരങ്ങൾ അനുസരിച്ച് അവർ വിഗ്രഹങ്ങളെ വാർത്തെടുക്കുന്നതും രൂപപ്പെടുത്തുന്നതെല്ലാം അതിൻ്റെ എല്ലാ ആശയങ്ങളും ജഡീകമായി മനുഷ്യൻ്റെ സെക്ഷൽ ലൈഫുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ നിന്നാണ് അക്കാദിയൻ സംസ്കാരങ്ങൾ, അതിൽ നിന്ന് അവർ ദൈവങ്ങളെ വാർത്തെടുത്തു. ആ ദൈവങ്ങൾ പോലും നഗ്നരായിരുന്നു. അക്കാദിയൻ സംസ്കാരത്തിൻ്റെ 7 ഗോഡ്സ് എല്ലാം നഗ്നരായിരുന്നു. നഗ്നരും അതുമാത്രമല്ല, അവർ സെക്സിൻ്റെതായിട്ടുള്ള വിഗ്രഹ ശൈലികളും ആയിരുന്നു അവരുടേത്. ശൈലികളെല്ലാം സെക്സോളജി ആയിരുന്നു. ഒരു സൈസ് സെക്സോളജി സ്റ്റൈലായിരുന്നു. സെക്സ് മനുഷ്യനെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലായിരുന്നു ഈ അക്കാദിയൻ സുമേറിയൻ. അങ്ങനെയാണ് വിഗ്രഹ ആരാധന വരുന്നത്. അപ്പോൾ സാത്താൻ ഫസ്റ്റ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കാനും അതിനെ വാർത്തെടുക്കാനും സാത്താൻ ആദ്യമായി ലോകത്തിൽ അക്കാദിയൻ സുമേറിയൻ ഗോത്രവർഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം. അതിൽ നിന്നാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം രൂപപ്പെടുന്നത്. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അത് അക്കാദിയൻ സുമേറിയൻ ഗോത്രവർഗക്കാർ വളർത്തിക്കൊണ്ടുവന്നതാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം. അവരാണ് അത് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ അകത്താണ് ഈ വിഗ്രഹങ്ങളിൽ ജഡീകമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് അവർ ആരാധന നടത്തി. അപ്പോൾ വിഗ്രഹം വന്നത് തന്നെ ജഡവുമായി, ജഡീകതയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ദൈവ ആരാധനയ്ക്കായി നാം ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ, ദൈവ ആരാധനയ്ക്കായി നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിയോ, ക്രിസ്ത്യാനികൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്താൽ ക്രിസ്ത്യാനികളുടെ ശത്രുവാണ് പിശാച്. വേഗം വന്ന് പ്രവേശിക്കാൻ പെട്ടെന്ന് ഇടയാകും. ചരിത്രം അറിയാത്തവർ മാത്രമാണ്, പഠനം ലഭിച്ചിട്ടില്ലാത്തവർ മാത്രമാണ് അനാവശ്യം പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠനം ലഭിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തി പോലും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയത്തില്ല, ശരിയാണെന്നേ പറയത്തുള്ളൂ. പഠനമില്ലാത്ത ആൾക്കാരാണ് കാക്കൂ കാക്കൂ എന്ന് കിടന്ന് ഇങ്ങനെ പറയുന്നത്, ഈ ബൈബിൾ ABCD അറിയാത്തത്. പക്ഷെ പഠനം ലഭിച്ച ഒരൊറ്റ വ്യക്തി പോലും എതിർക്കത്തില്ല ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റിനോട്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോളട്ടെ, ഒരു കാര്യം പറയാം. അതായത് അപ്പോൾ ഈ വിഗ്രഹത്തെ ആരാധിക്കാത്ത ഒരു സമൂഹം എങ്ങനെയാണ് ജഡീകമായി പോകുന്നത്? ഇപ്പം നമുക്കറിയാം, പാപം ചെയ്യുന്നതിന് ഈ വിഗ്രഹം തന്നെ വേണമെന്നില്ല, വിഗ്രഹ ആരാധന വേണമെന്നില്ല. പാപം ഒരാൾക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷേ ആഗ്രഹിച്ചിട്ടും, നന്മ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്യിപ്പിക്കാൻ തരത്തിലൊരു ഫോഴ്സ് നമ്മുടെ പിന്നിലുള്ളതുപോലെ ഫീൽ ചെയ്യുന്നത് വിഗ്രഹാരാധനയിൽ നിന്ന് വരുന്നതാണ്. മറിച്ച് മനുഷ്യനിലെല്ലാം നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരുത്തർ ഇഷ്ടമുണ്ടെങ്കിൽ പാവം ചെയ്യാതിരിക്കാം, പാവം ചെയ്യാം, അതൊരു മനുഷ്യനിലുള്ള കാര്യമാണ്. പക്ഷേ എനിക്കൊരിക്കലും ഈ തിന്മ ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷെ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയിൽ നിന്നാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്,
രണ്ട് ദ്രവ്യ ആഗ്രഹം ഇല്ലാത്ത മൂന്നാമതൊരു സെക്ഷനിലൂടെയും ഈ ഫോഴ്സിൻ്റെ, അതായത് സെക്സ് ഫോഴ്സ് ഉണ്ടാകാൻ, ആ ഒരു നമ്മളിങ്ങനെ പ്രേരിപ്പിക്കുന്ന കണക്കൊരു ദുരാത്മാവ് നമ്മുടെ കൂടെ നടക്കുവാൻ, നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഭയങ്കരമായ പ്രേരണയുള്ള തരത്തിൽ ഒരു ദുഷ്ടശക്തി നമ്മുടെ കൂടെ നടക്കുവാൻ കാരണമാകുന്ന മൂന്നാമത്തെ കാര്യം, ഒന്ന് കണ്ടോ, വിഗ്രഹാരാധന, രണ്ട് ദ്രവ്യാഗ്രഹം, മൂന്നാമത്തെ വിഷയം. പണ്ട് നമ്മൾ വിഗ്രഹാരാധകരായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, അയാൾ ഈ തുണിയൊക്കെ കെട്ടി വിഗ്രഹത്തെ തൊട്ട് ജനങ്ങളെ കൊണ്ടൊക്കെ നശിപ്പിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വന്നാലും നിങ്ങളിൽ നിന്ന് ഈ ഫോഴ്സ് മാറത്തില്ല. നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ വിശുദ്ധനായിരിക്കും, രണ്ടാമത്തെ ആഴ്ച നിങ്ങളെ ഈ ഫോഴ്സ് നശിപ്പിച്ച് കളയും. അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് പണ്ട് കാലങ്ങളിൽ വിഗ്രഹാർപ്പിതം കഴിച്ചതിൻ്റെ, വിഗ്രഹാർപ്പിതം തിന്നതിൻ്റെത്, ഇതിനെ പ്രൊമോട്ട് ചെയ്തത്, ഇത് മറ്റുള്ളവർക്ക് കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിപ്പിച്ചു, ജനത്തെ കൊണ്ട് നിങ്ങൾ ആരാധിപ്പിച്ചു. ഇത്തരം മുടിഞ്ഞ പാപങ്ങളാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ അഴിയാൻ ഒരു 7 വർഷമൊക്കെ നമ്മൾ അതിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെതൊക്കെ ആയിട്ട് നടക്കേണ്ടതായിട്ടൊക്കെ വരും. 7 വർഷമാണ് അതിൻ്റെ കണക്ക്. 7 വർഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ 7 എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു ഇതുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു 7 കാണാൻ പറ്റും. അപ്പോൾ 7 വർഷത്തെ കണക്ക്. അപ്പോൾ ആ 7 വർഷത്തെ, നമ്മൾ 7 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകാത്തതാണ് മനഃപൂർവ്വം. അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പോകാം. 7 എന്ന് പറയുന്ന ഒരു സംഖ്യയ്ക്ക് ബിബ്ലിക്കലായിട്ട് വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ 7 വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയും ഇദ്ദേഹം പരിഹാരം ചെയ്തുകൊണ്ടുള്ള, പരിഹാരം മീൻസ് നിങ്ങൾ പോയി ആവശ്യമില്ലാത്തടത്തൊക്കെ നേർച്ചാഴ്ചകൾ ഇടുന്നതിനല്ല പരിഹാരം, ദരിദ്രരോട് ദയ കാണിക്കുന്നതാണ് പരിഹാരം, പാപങ്ങളോട് കാരുണ കാണിക്കുന്നതാണ് പരിഹാരം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് വിഗ്രഹത്തിൽ നിന്ന് മാറി ആത്മാവിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ഫോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുക. ഏറ്റവും എളുപ്പം ഡെലിവറൻസ് ശുശ്രൂഷയിൽ വിധേയപ്പെടുന്നതാണ്. ഡെലിവറൻസ് വഴിയായിട്ട് പോയിസൺ ഔട്ട് ആവണം. എന്ന് വെച്ചാൽ ഇത് കഴിച്ചത്, വിഗ്രഹാർപ്പിതമായ ആഹാരങ്ങൾ കഴിച്ചത്, അതിൻ്റെ അകത്ത് സ്പിരിറ്റ് കടന്നിട്ട് ആഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജനം വഴി പുറത്തു പോയാലും, പക്ഷെ സ്പിരിറ്റിൻ്റെ ആ സോൾസും ആ ഫോഴ്സ് എല്ലാം വയറ്റിൽ തന്നെ കിടക്കും. അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ശരീരഭാഗത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അത് ഡെലിവറൻസ് വഴിയാണ് ഇത് പുറത്തു പോകുന്നത്, ഇത് ഔട്ടാവുന്നത്. പക്ഷെ ഡെലിവറൻസ് വഴി ഇത് പുറത്തു പോകുമ്പോൾ, വൊമിറ്റ് ചെയ്ത് പുറത്തു പോകുന്ന സമയത്ത്, പോയിസൺ ഔട്ടാകുന്ന സമയത്ത് നമ്മൾ ഡെലിവറായി രക്ഷപ്പെട്ട് എഴുന്നേറ്റ് നിന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പിന്നെ ഈ ജഡീകമായ ഫോഴ്സിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഒരു വഴിയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് നിൽക്കണം, ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. അങ്ങനെ ആരാധനയും കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ആത്മീയ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നിന്നാൽ മാത്രമേ ഈ ഫോഴ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ സാധിക്കത്തില്ല. കാരണം ഒരുവൻ ഒന്നിൻ്റെ അടിമയായി കഴിഞ്ഞാൽ യജമാനനാക്കി വെച്ചിരുന്ന സ്പിരിറ്റ് എപ്പോഴും ഉപദ്രവിക്കാൻ വന്നുകൊണ്ടേയിരിക്കും. അതിനെ പ്രാർത്ഥന കൊണ്ട് ചേർത്ത് തോൽപ്പിക്കണം നമ്മൾ. അങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ഏക വഴി. അതിൻ്റെ അകത്ത് അതാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലവരിങ്ങനെ പറയാറുണ്ട്, ബ്രദറെ, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് എനിക്ക് ഒരുപാട് ജോലി ലഭിക്കുമായിരുന്നു, ഇഷ്ടംപോലെ വരുമാനം ഉണ്ടായിരുന്നു, ധ്യാനം വന്നുകൂടി, ഞാൻ ഒമിറ്റൊക്കെ ചെയ്ത് ഡെലിവറൻസ് ഒക്കെ ആയി കഴിഞ്ഞു, ഇപ്പം എനിക്ക് ആത്മീയതയുണ്ട്, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ശക്തി എന്നെ ദരിദ്രനാക്കിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ ജോലിയില്ല, സമ്പത്തില്ല, പക്ഷെ വീട്ടിൽ സമാധാനമുണ്ട്, പിന്നെ ബൈബിൾ വായിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പഴയ കണക്ക് പാപമൊന്നും ചെയ്യുന്നില്ല ഞാൻ, പക്ഷേ എന്നെ ദാരിദ്ര്യം എന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല. മറ്റേ എനിക്ക് അവിടെ ജോലി കിട്ടുമായിരുന്നു, ഇവിടെ ജോലി ഭയങ്കര വരുമാനമായിരുന്നു, ഇപ്പം എനിക്ക് വരുമാനമില്ല. ഹല്ലേലൂയ. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ഒരുവൻ വിശുദ്ധനായിക്കഴിഞ്ഞാൽ, നല്ല അശുദ്ധിയിൽ ജീവിച്ച നീ വിശുദ്ധ പദവിയിലേക്ക് വരിക, പ്രാർത്ഥനയിലേക്ക് വരിക, ആത്മീയതയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് ഈ അഗ്നി പരിശോധനകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും.
അത് നിങ്ങൾ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ദൈവം നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളെ അന്വേഷിക്കുക, പരിശോധിച്ച് നോക്കുകയാണ്. വലുത് തരാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധനയൊക്കെ. ഞങ്ങളൊക്കെ ഇതൊക്കെ കുറേ കഴിഞ്ഞതാ. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലുത് കിട്ടിയത് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുനയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ബൈബിള് താഴെ വെക്കാതെ ദൈവം ഞങ്ങളെ കാത്ത് പരിപാലിച്ചു. അതുകൊണ്ട് ഇതൊരു പരിശോധനയൊക്കെ ആദ്യം ഉണ്ടാകും. അപ്പോഴെല്ലാം സ്തോത്രം പറഞ്ഞ് അന്നേരം എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? വചനത്തിൻ്റെ കൂടെ അങ്ങ് ഇരുന്നുകൊള്ളണം. എവിടെങ്കിലും വചനം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് വചനത്തെ ആരാധിച്ച് വചനത്തെ സ്തുതിച്ച് ഒക്കെ അങ്ങോട്ട് ടേക്ക് ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വന്ന് നിന്നെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുക. എൻ്റെ കൂടെ ആയിരുന്ന അനേകം പേർ, ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ പണ്ട് ധ്യാനം നടത്തുമ്പോൾ അന്നത്തെ കാലത്ത് 500 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞ് അന്നത്തെ കാലത്ത് ദാരിദ്ര്യത്തിൽ കടന്നവർ പലരെയും ഞാൻ ഇന്ന് കാണുമ്പോൾ പലരും സമ്പന്നരാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അന്നത്തെ ഉറക്കമുളച്ചതും അന്ന് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടതും അന്ന് കർത്താവിന് വേണ്ടി പാടുപെട്ടതും പട്ടിണി കടന്നതിൻ്റെയും കുലുക്കി നിറച്ചവർക്ക് കൊടുക്കുന്നത്. അന്ന് അവർ വിട്ടുപോയില്ല. അന്നത്തെ ജനം വിട്ടുപോയില്ല. അന്നത്തെ ജനം ആരാധിച്ചു. അന്നത്തെ ജനം ദൈവത്തെ സ്നേഹിച്ചു. അത് കാരണം അവരെ ദൈവം പോറ്റുകയാണ്. പരിശോധനയിൽ തളർന്നു പോകരുത്. പരിശോധനയിൽ താഴെ വീഴരുത്. പരിശോധനയിൽ ഹല്ലേലൂയ പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിൻ്റെ ഡബിളാ പിന്നെ തരുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ ഡബിൾ തരുന്നവനാ കർത്താവ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ദൈവ പൈതൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ദൈവത്തെ അറിയുന്നതാണ് എല്ലാ സൗഭാഗ്യങ്ങളെക്കാൾ വലുത്. ഒരു ജാതിയനെ പോലെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെക്കാളും എത്രയോ നല്ലതാണ് ഒരു ദിവസമെങ്കിലും വചനം അനുസരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കുന്നത്. വിജാതിയനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ദിവസമേ ഉള്ളുവെങ്കിലും അത് വചനം അനുസരിക്കുന്ന ഒരാളെ പോലെ ജീവിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാതെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് നമുക്ക് പീറ്ററിൻ്റെ പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം, 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്കിത് വായിക്കാം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. കാരണം പത്രോസിന്റെ സഭയിലെ രാജാക്കന്മാരുടെ പീഡനവും സുവിശേഷ വിരോധികളുടെ പീഡനവും ഒക്കെ നിറഞ്ഞ് സഭാ മക്കൾ കടന്ന് വിഷമിക്കുക. മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. പട്ടിണി, ദാരിദ്ര്യം, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവന് തന്നെ ഹാനികരമായ വിപത്തുകളും ഭീഷണികളും നിറഞ്ഞു നിൽക്കുമ്പോൾ പത്രോസ് അവർക്ക് എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഇരിക്കണം. അലസരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. പീഡനം ശക്തിപ്പെടുമ്പോൾ, പീഡനം നിനക്കെതിരെ ബലപ്പെടുമ്പോൾ പ്രാർത്ഥന ശക്തമാക്കണം. അതാ ബൈബിൾ പറയുന്നത്. പീഡനം ബലപ്പെട്ടാൽ പ്രാർത്ഥന ശക്തമാക്കിക്കൊള്ളണം. അത് കഴിയുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശത്രുവായ പിശാച്. രണ്ട് സ്റ്റൈലിലൂടെയാണ് ഈ ശത്രുവായ പിശാച് വരുന്നത്. ഒന്ന് രാജാവിലൂടെ വരുന്നുണ്ട്, ഒന്ന് സുവിശേഷ വിരോധികളിലൂടെ വരുന്നുണ്ട്, ഒന്ന് അവരുടെ അകത്തിരിക്കുന്ന പിശാചും. അങ്ങനെ 2 രീതിയിലാണ് ഈ വ്യാഖ്യാനം വരുന്നത്. ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദുരാത്മാവ്, 2 ഇവരെ ചെറുത്ത് തോൽപ്പിക്കാൻ നിൽക്കുന്ന സുവിശേഷ വിരോധികളായ മനുഷ്യർ. ഈ 2 പേരുടെ പീഡനവും സഭയ്ക്കിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? നിങ്ങൾ ഉണർവോടെ പ്രാർത്ഥനയോടെ നിന്നോളണം. നിങ്ങളുടെ തമ്പുരാൻ എന്ന് പറയുന്നത് ജയമെടുത്തവനാണ്. നിനക്ക് തൽക്കാല പരിശോധനയ്ക്ക് നീ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നീ നല്ല ഉണർവോടെ നിന്നോളണം. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ മനുഷ്യരായ അധികാരികളും പിശാചും ഒറ്റക്കെട്ടായി അലറുന്ന സിംഹത്തെ പോലെ നടക്കുമ്പോൾ, ദൈവവേദന നിന്റെ ഒരു നേരത്തെ പ്രാർത്ഥന മതി ഇവന്മാരൊക്കെ കരിഞ്ഞു പോകാൻ. ഹല്ലേലൂയ. ഒരു നേരത്തെ പ്രാർത്ഥന മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിക്കൂ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുക. ഗ്രൂപ്പിലുള്ള ആരെ കിട്ടിയാലും വിഴുങ്ങും. ഇന്ന ആളെ വേണമെന്നൊന്നുമില്ല, അവൻ ആരെങ്കിലും മതി. ആരെ കിട്ടിയാലും വിഴുങ്ങും. അതുകൊണ്ട് വചനത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പല അടവുകളുമായിട്ട് സാത്താൻ നിങ്ങളുടെ മുമ്പിൽ വരും.
അവൻ വിഴുങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കും. വിഴുങ്ങുമ്പോൾ അതിന് വായിച്ചോളുക. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. നിങ്ങൾ എന്തിൽ ഉറച്ചിരിക്കണം? വിശ്വാസത്തിൽ. എന്തോത്തിൽ ഉറച്ചിരിക്കണം? ഉറക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പറയും. പക്ഷെ അവിശ്വാസികൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഇത് കാണുമ്പോൾ ഉടനെ അതിൻ്റെ പുറകെ പോകും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം. അതാണ്. ഹല്ലേലൂയ. അവിശ്വാസികൾ ചെയ്യുന്ന അതേ രീതി തന്നെ നിങ്ങളും ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. വീട്ടിലോട്ട് കയറി ചെല്ലണം വിശ്വാസികളെ കാണണമെങ്കിൽ. ഇത് വായിച്ചോ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. എന്താണ് ലോകമെങ്ങും? അതായത് എൻ്റെ സഭയിൽ മാത്രമല്ലടാ. അതാ പറയുന്നത്, നമ്മുടെ സഭയിൽ മാത്രമല്ല. ഇത് ക്രിസ്ത്യാനി എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഈ പ്രശ്നമുണ്ട്. അവരെല്ലാവരും ഇന്ത്യയിലാണെങ്കിൽ പോലും അവരെല്ലാം വിശ്വാസത്തിൽ നിന്നോണം. ഇതിലല്ലാതെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ പിശാചിന് തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാവണം. നിങ്ങൾ ജാതികളെ പോലെ ജീവിച്ചാൽ മതി. നിങ്ങൾ ജാതികളെ പോലെ ജീവിച്ചാൽ ഉറപ്പാണ് പിശാചിന് നിങ്ങളെ ജയിക്കാൻ പറ്റും. നിങ്ങളുടെ ജോലി ചെയ്യുന്ന പൈസ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങൾക്ക് മേന്മയൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് വസ്തു മേടിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ എന്നും അടിയും ബഹളമാക്കാം. എല്ലാം ജാതികളെ പോലെ ജീവിച്ചാൽ മതി. ജാതികൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ക്രിസ്ത്യാനി നീ ജീവിച്ചോ. ജാതികൾ എന്ത് ചെയ്യുന്നോ അത് നീ ചെയ്തോ. സാത്താൻ എളുപ്പമാണ് നിന്നെ തൊടാൻ. സാത്താന് നിന്നെ നശിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നീ കിടന്ന് അധ്വാനിക്കും, നീ ഉയരത്തില്ല. നീ കുറേ വർഷങ്ങളായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുക, നീ ഇന്നേവരെ ഉയർന്നിട്ടുമില്ല. കാരണം നീ ജീവിക്കുന്നത് ജാതികളെ പോലെയാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് വിശ്വാസികളുടെ പട്ടികയിലേക്ക് നീ വരണം. അവിടെ നിന്ന് വിശ്വാസികളുടെ പട്ടികയിലേക്ക് നീ വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെയാണ് നീ ഉയരുന്നത്. അവിടെയാണ് നീ അനുഗ്രഹം പ്രാപിക്കുന്നത്. അവിടെ നീ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ പറഞ്ഞു തരാം. ഈ ബാലാമിനെ ശപിക്കാനായിട്ട് കൊണ്ടുപോയത് കഥ അറിയത്തില്ലേ നിങ്ങൾക്ക്? ബാലാമിനെ ശപിക്കാൻ കൊണ്ടുപോയത് ഓർമ്മയില്ലേ? ഇല്ലേ? ബിലിയാം ഇല്ലേ? ബാലാം ശപിക്കാനായിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ബാലാമിന് ശാപം എന്തുകൊണ്ടായി? ശപിക്കാനായിട്ട് കയറി. നീയൊക്കെ മുടിഞ്ഞു പോടാ, യുദ്ധത്തിൽ നീയൊക്കെ തോറ്റോടാ, നിന്റെ സന്തതികളൊന്നും ഗുണം പിടിക്കത്തില്ലടാ എന്ന് പറയാനായിട്ട് മേളിലോട്ട് ചവിട്ടി അങ്ങോട്ട് ചെന്ന് ഇവരെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഭാഷാപരം കയറി വന്നിട്ട് പെട്ടെന്ന് അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അതൊരു ഭാഷാപരം വന്നത് അതങ്ങ് അനുഗ്രഹമായി മാറി. കാരണം പുള്ളി ഇവിടുന്ന് ട്രെയിനിങ്ങിലാണ് പോയത് മേളിലോട്ട്. 2 മല മാറിയിട്ടും ട്രെയിൻ ചെയ്ത് മേളിലോട്ട് ചെന്നിട്ട് പെട്ടെന്ന് ആത്മാവ് വന്നിട്ട് പെട്ടെന്ന് ഇയാളങ്ങ് തുള്ളി ചാടി അങ്ങ് അനുഗ്രഹമായി. അനുഗ്രഹിക്കാനുള്ള കാരണം എന്താ? അനുഗ്രഹിക്കാൻ എന്താ കാരണം? എടുത്തു പറയുന്നുണ്ട്, ജാതികളിൽ നിന്ന് വേർപെട്ട് പാർക്കുന്ന ജനം. അത് കാരണം ഇവർക്ക് കൂടോത്ര ഏക്കത്തില്ല, മന്ത്രവാദം ഏക്കത്തില്ല. ഇവർ ജാതികളിൽ നിന്ന് വേർപെട്ട് പാർക്കുന്ന ജനമാ. ജാതികൾ ചെയ്യുന്നതൊന്നും ഇവരിലില്ല. ഇവർ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹമാ. അതുകൊണ്ട് മന്ത്രവാദം അവർ കേൾക്കത്തില്ല, കൂടോത്രം ഏൽക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവും? ഇത് പറഞ്ഞ ഇന്ന് നമ്മൾ വളരുന്നതിൻ്റെ കാരണം, ഇന്ന് നിങ്ങളിൽ പലരും കാറും ബൈക്കും നല്ല വസ്തുക്കളും മേടിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ജാതികളെ പോലെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് എരിവുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. നല്ല എരിവായി വചനത്തിന്റെ കൂടെ നിന്ന സമയത്താണ് നീ അനുഗ്രഹം പ്രാപിച്ചത്. നിനക്കെല്ലാം ഉണ്ടായത് അപ്പോഴാ. ഇപ്പൊ നീ ജാതി, നിനക്കൊരു വാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഇപ്പൊ ജാതിയായിരിക്കുക. എല്ലാത്തിൻ്റെ ഏറ്റവും വലിയ ദുരാത്മാവാണ് ഈ വാഴ്ച. നെഞ്ചിലൊരു വാഴ്ച കിട്ടിയാൽ അവൻ വചനം ഉപേക്ഷിക്കും. അതാണ് കാര്യം. ഈ വാഴ്ച ഉണ്ടെങ്കിൽ അവൻ വചനം കളയും. ഈ ദുരാത്മാവ്, ഏറ്റവും വലിയ ദുരാത്മാവ് വാഴ്ച. അതാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എല്ലാം നമ്മൾ പ്രാർത്ഥനയായിട്ട് നിന്ന സമയത്ത് നേടിയതേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, യേശു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാം പോയി. ആരുണ്ടായാലും നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടത്തില്ല. യേശുവാണ് ഇമ്പോർട്ടൻസ്. യേശുവേ സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടെ ആ വചനഭാഗം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. 1 പീറ്റർ 2:6 ഒന്നുകൂടെ വായിച്ചോളുക. നിങ്ങൾ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ പണ്ട് നമുക്കറിയാം ഈ ചിന്നക്കട ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയും, ഈ ചിന്നക്കട ചെന്ന് കഴിഞ്ഞാൽ പണ്ട് എൻ്റെ ഒരു 10-15 വർഷത്തിന് മുമ്പ് ആ ചിന്നക്കട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ചൊവ്വാഴ്ചയാണോ ഏതോ ഒരു ദിവസം വേളാങ്കണ്ണി കുരിശടി. ഓ എൻ്റെ ദൈവമേ, എന്തുവായിരുന്നു, ഞാനും പോവുമായിരുന്നു. ബുധൻ ഇല്ലയോ, എന്തുവായിരുന്നു പാവം വേളാങ്കണ്ണി മാതാവ്. ഇപ്പോൾ ആകെ വിഷമത്തില്ല, മൊത്തം ഇല്ല, കൈകെട്ടിയ യേശു കൊണ്ടുപോയി, ഒറ്റ ഒരെണ്ണമില്ല. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ? ഇപ്പം ആരെങ്കിലും ആ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തുണ്ടോ? ആരുമില്ല, ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പം എവിടെയാണ് ആൾക്കാർ കൂട്ടത്തിൽ പോകുന്നത്? കൈകെട്ടിയ യേശു ആണോ? ഇന്നെവിടെ? ഇപ്പം ആൾക്കാർ വേറെ ഇടത്തോട്ട് പോയി, എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് നാളത്തേക്ക് രൂപം, ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി മാതാവിൻ്റെയോ അല്ലെ കൈകെട്ടിയ യേശുവിൻ്റെയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. കുറച്ച് നാളത്തേക്ക് രൂപങ്ങളുള്ളൂ. രൂപങ്ങളുടെ സാന്നിധ്യം വേറൊരു രൂപം വരുന്നത് വരെയുള്ളൂ. വേറൊരു രൂപവും വേറൊരു അച്ഛനും വേലയിലും വേറൊരാളും വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ ജനം അങ്ങോട്ട് പോകും. ധ്യാന കേന്ദ്രങ്ങളും അതേ ഉള്ളൂ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളും അതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രം നിളങ്ങി നിൽക്കുക, പിന്നീട് കാണാൻ വേറൊരാൾ വരും, നെളിഞ്ഞും വരും, ഉണ്ടായ ജനമെല്ലാം കൂടെ അങ്ങോട്ട് ഓടും. അടുത്തത് ഒരെണ്ണം വരും, അപ്പോഴത്തേക്കില്ല ആദ്യം തുടങ്ങിയത് ഷൂ, അടുത്തത് അങ്ങോട്ട് പോകും, അടുത്തത് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ കണ്ട ഡിവൈനിൽ ആളില്ല, പാവം ഡിവൈൻ. എന്തുമാത്രം ജനമായിരുന്നു, എന്തുമാത്രം ഡോർമറ്റി, ഒറ്റ മനുഷ്യൻ ഇപ്പം ഇല്ല. ഡിവൈനിൽ നിൽക്കുന്ന പ്രേക്ഷകരായ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതായിരുന്നു നമ്മുടെ ഡിവൈൻ. ധ്യാനകേന്ദ്രങ്ങൾ വേറെ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ കുരിശടികളുടെ കാര്യവും, അതുപോലെ തന്നെ രൂപങ്ങളുടെ കാര്യം, ജനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം വിഗ്രഹാരാധകരുടെ സ്വഭാവ രീതിയാണ്. പക്ഷേ മൂലക്കല്ലായ യേശു ക്രിസ്തു, അതിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അന്നെങ്ങനെയാണോ ഇന്നും അതുപോലെ. അവനെ മാറ്റമില്ല. അവൻ്റെ അടുത്ത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കുറയണം അവിടെ ഇവിടെയൊക്കെ പോയാലും തമ്പുരാൻ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ ആൾക്കാരുണ്ടായിക്കൊണ്ടേയിരിക്കുക. തമ്പുരാൻ ഇഷ്ടംപോലെ ആളായി. നിങ്ങൾ കുറയണമില്ലെങ്കിലും തമ്പുരാൻ വിഷയമൊന്നുമില്ല. നിങ്ങൾ കുറയണം അവിടെ ഇവിടെയൊക്കെ അതുറപ്പിക്കാനോ ഇതുറപ്പിക്കാനോ ഒക്കെ നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ ഞങ്ങളുടെ യേശുവിന് ഇഷ്ടം പോലെ ആളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ യേശുവിന് ഇഷ്ടം പോലെ നിറഞ്ഞു കവിഞ്ഞ ആളാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വായിച്ചോളുക. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ലജ്ജിക്കയില്ല. തുടർന്ന് വായിക്കുമ്പം, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്, വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. വിശ്വസിക്കാത്തവർക്ക് മരിച്ചു കഴിയുമ്പോൾ, ദൈവമേ ഞാൻ ഇത്ര നാൾ അവിടെ പോയി ഇവിടെ പോയി, നീ ആയിരുന്നോ യഥാർത്ഥത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്? അത് തന്നെയാകും മൂലക്കല്ല്. അവന്റെ മുമ്പിൽ നിന്റെ മുഴങ്കാൽ മടക്കേണ്ടി വരാം, നീ കരയേണ്ടി വരാം. നീ എവിടൊക്കെ പോയാലും ക്രിസ്തുവിന്റെ മുമ്പിൽ തന്നെ വന്നേ പറ്റത്തോളൂ. നീ കരഞ്ഞ് നിലവിളിക്കുന്നേ. അതുകൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു വ്യക്തികൾ പോലും ഗുണം പിടിക്കത്തില്ല. അതുകൊണ്ട് നീ യേശുവിന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ യേശുവിന്റെ കൂടെ തന്നെ നിൽക്കണം. ഞങ്ങൾ വേറെ ആരെയും പറയുന്നില്ല. ഞങ്ങൾ ആകെ പറയുന്നത് എന്താണ്? നിങ്ങൾ യേശുവിനെ ആരാധിക്കുക, യേശുവിനെ ആവശ്യമില്ലാത്ത ചടങ്ങുകളിൽ പോകരുത്, യേശു നിങ്ങൾക്ക് മതിയായവനാണ്, യേശു നിങ്ങൾക്ക് കൂടെയുണ്ട്. ഇതല്ലേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് ഇനിയും പ്രസംഗിക്കും, അത് മരിക്കുന്നത് വരെയും അത് തന്നെ പ്രസംഗിക്കും. ആരെ എതിർത്താലും ആരൊക്കെ ശത്രുക്കളായാലും ഇത് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എബ്രായർക്കെഴുതിയ എഴുതിയ ലേഖനത്തിലെ 13:7 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. വചനം പങ്കുവെച്ച അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാനത് എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വചനം അറിയാത്ത ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകും. കേൾക്കുന്നുണ്ടോ? വചനം അറിയാത്ത ജനങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോകും. പക്ഷേ ഒരു നല്ല യേശുക്രിസ്തുവിൻ്റെ കൂടെ മരണാനന്തരം എപ്പോഴും കർത്താവിൻ്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇല്ല വീട് പണി നടക്കണം, കൊച്ചുങ്ങൾ ജനിക്കണം, അതുകൊണ്ട് ഇന്ന നേർച്ച നേർന്നാലേ അതൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പൊയ്ക്കോ. പക്ഷെ മരണാനന്തരം യേശുക്രിസ്തുവിൻ്റെ കൂടെ തന്നെ ജീവിക്കുകയും നടക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവ പൈതൽ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഉണ്ടെങ്കിൽ അവർ വായിക്കേണ്ട കാര്യമാണ്. അവരാണ് വായിക്കേണ്ടത്. ബാക്കിയുള്ളവർ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ വായിക്കുക. എന്താണ് വായിക്കേണ്ടത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ. ദൈവവചനം ആദ്യമായി പ്രസംഗിച്ചത് ആരാണ്? അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാരെ തന്നെ ഇവിടെ ഓർത്താൽ മതി. അപ്പോസ്തലന്മാരെ ഓർക്കുക. അവരുടെ ജീവിതചര്യയുടെ ഫലം, അപ്പോസ്തലന്മാരുടെ ജീവിത ശൈലികൾ നിങ്ങൾ നോക്കുക. അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. 3 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 3 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദൈവവചനം പ്രസംഗിച്ച നേതാക്കന്മാരെ ഓർക്കണം. ഒന്ന്, അവരെ ഓർക്കണം. അവരെ തള്ളിക്കളയാനല്ല പറയുന്നത്, അവരെ ഓർക്കാനാ പറയുന്നത്. 2, എന്താണ്? അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത്, അവരുടെ ജീവിതചര്യയുടെ അവർക്ക് എന്തൊക്കെ ഉണ്ടായി, അവർക്ക് എന്തൊക്കെ നേട്ടമുണ്ടായി, അവർ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നീ ചിന്തിച്ചിട്ട് അവരുടെ വിശ്വാസം അനുകരിക്കുവേൻ. ആരെയാണ് അനുകരിക്കേണ്ടത്? ആരെ അനുകരിക്കണം? വിശ്വാസം അനുകരിച്ചോണം. വിശ്വാസം അനുകരിക്കണം. അവരുടെ പുറകെ പോവാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആരെയാണ് അനുകരിക്കേണ്ടത്? വിശ്വാസത്തെയാണ് അനുകരിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസത്തെ അനുകരിക്കാൻ ഏറ്റവും നല്ല ആളാണ് പരിശുദ്ധ കന്യാമറിയം. ഏറ്റവും നല്ല ആളാണ് പത്രോസ്. ഇതൊക്കെ വിശ്വാസത്തെ അനുകരിക്കാൻ ഏറ്റവും നല്ല ആൾക്കാരാണ്. അതാണ് ഞാനും എന്നും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വിശുദ്ധന്മാരെയോ മാതാവിനെയോ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം? വിശ്വാസത്തെ അനുകരിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവരെല്ലാം. അവരെ തള്ളിക്കളയാനോ അവരെ ഓർക്കാതിരിക്കാനോ അല്ല നമ്മളിത് പറയുന്നത്. പക്ഷെ രക്ഷ എന്ന് പറയുന്ന സംഭവം, അതിനെക്കുറിച്ച് ആരെയാണ് നമ്മൾ കാണേണ്ടത്? യേശുവിനെ കാണണം. രക്ഷ എന്ന് കണ്ടാൽ സമയം ഇട്ടാൽ അവിടെ ആരുടെ പേരെ വരാവൂ? യേശു. ഉടമ്പടി എന്ന് സമയം ഇട്ടാൽ ആരുടെ പേര് വന്നോണം? യേശു എന്നുള്ള പേര് വന്നോണം. പക്ഷേ വിശ്വാസം, ഫ്രാൻസിസ് അസീസി വരാം, ഫ്രാൻസിസ് സേവിയർ വരാം, നല്ല നല്ല ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ നമുക്ക് വിശ്വാസത്തിൽ വരാം. TV ജോഷുവ വരാം. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ചരിത്രങ്ങൾ നമുക്ക് വായിക്കാം. അവരെല്ലാം എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ചത്, ഇതെല്ലാം നമുക്ക് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, ചിന്തിക്കാം. പക്ഷെ രക്ഷകർ അവരല്ല. രക്ഷ യേശുവാണ്. ഹല്ലേലൂയ. രക്ഷ യേശുവാണ്. ഇനി തുറന്നു വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ. അതായത് അന്ന് അവർക്കുള്ള എങ്ങനെയാണോ അവരോട് ഇടപെട്ടത്, അവരെ എങ്ങനെ നയിച്ചോ, അവരെ എങ്ങനെയൊക്കെ കൊണ്ടുപോയോ, അന്നുള്ള അതേ യേശു തന്നെ ഇന്ന് നിന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. അതാ പറയുന്നത്. അന്ന് അവരുടെ കാര്യത്തിൽ ഇടപെട്ട, അന്ന് അവരോട് സഞ്ചരിച്ച, അന്ന് അവരുടെ കൂടെ നടന്ന സെയിം യേശു തന്നെ ഇന്നും ഉള്ളത്. പുതിയ ഡാവഞ്ചി ഉണ്ടാക്കിയ പുതിയ യേശുവിനെ ഒന്നും നേടി പോകണ്ട നമ്മൾ. അവരുടെ കൂടെ ആത്മാവിൽ നടന്ന യേശു നിന്റെ കൂടെ ആത്മാവിൽ നടക്കൂന്നാ പറയുന്നത്. അവരൊരു ഫോട്ടോയും കണ്ടില്ലല്ലോ, അവരാത്മാവിലല്ലേ നടന്നത്. അവർ അതേപോലെ നിന്റെ കൂടെ ആത്മാവിൽ നടക്കും. അന്നുള്ള അതേ യേശു തന്നെ ഇന്ന് നിന്റെ കൂടെ ഉണ്ട്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാ വിശ്വാസം. ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ മരിക്കാനിടയായാൽ തമ്പുരാൻ്റെ കൂടെ നടക്കാൻ സാധിക്കും. എപ്പോഴും നിങ്ങൾക്ക് തമ്പുരാൻ്റെ കൂടെ നടക്കാമെന്ന്. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഞാനതാ പറയുന്നത്, മരണാനന്തരം നിങ്ങൾക്ക് നല്ല ജീവിതം ലഭിക്കാൻ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെയൊന്ന് മാറുന്നു. നിങ്ങൾക്ക് യേശുക്രിസ്തു വലിയവനെന്ന് പറ. യേശുക്രിസ്തു എനിക്ക് സകലതും വലിയവൻ, എനിക്ക് അവൻ മതിയായവൻ. ഇത് നിങ്ങൾ വിശ്വസിക്കുക, ഇത് നിങ്ങൾ പറ. അവിടെയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറുന്നത്. അവിടെയാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. മറ്റാവശ്യമില്ലാത്ത കാര്യത്തിന് പോകരുത്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് യാതൊരു ഉയർച്ചയും. അതുകൊണ്ടാണ് പല നേർച്ച കാഴ്ചകൾ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇന്നില്ല. പലതും ഇന്ന് ആള് പോയി. പല കുരിശടികളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. പണ്ട് ഭയങ്കര ജനം കൂടിയതെല്ലാം ഇന്ന് മാറാലയടിച്ച് കിടപ്പുണ്ട്. ഓർത്തു കൊള്ളണമേ,
യേശു അന്നും ഇന്നും മനുഷ്യരുടെ ഇടയിൽ ജീവനായി വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും മാതാവ് അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് വിശുദ്ധരോടൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും മാതാവിനെ ഒരിക്കലും ഞാൻ ഒരു തെറ്റായ രീതിയിൽ ജനങ്ങളെ അവതരിപ്പിക്കുക അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മാതാവിനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസത്തെ എതിർത്തിട്ടുണ്ട് ശക്തമായിട്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമുക്ക് സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധന്മാരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ചില അവസരങ്ങളിൽ യേശു അനുവാദം തരും. സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ. അത് യേശു മോശയുമായിട്ടും ഏലിയാവുമായിട്ട് ഒക്കെ യേശു സംസാരിച്ചതല്ലേ. അപ്പോൾ അത് അന്നുകൊണ്ട് തീർന്നില്ല, അത് പിന്നെയും നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നതാണത്. പക്ഷെ ബെന്തക്കോസ്ത് സഭ അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ ബെന്തക്കോസ്ത് സഭയുടെ ആ തിയോളജിയിൽ അംഗീകരിക്കാത്ത തിയോളജി നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾക്ക് ബെന്തക്കോസ്ത് സഭയുടെ അംഗീകാരങ്ങളോ അതൊന്നും നമ്മൾ നോക്കാറില്ല. ജീസസ് വിഷൻ നമ്മൾ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ തത്വങ്ങളാണ് നോക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ മാതാവുമായിട്ട് ചില സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ സന്നിധാനത്തിൽ വെച്ച് തന്നെ മാതാവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ചില കാര്യമാണ്, മാതാവിൻ്റെ പേരിൽ നടക്കുന്ന ഒരുപാട് അന്യ ആരാധന എതിർക്കാൻ പറയുക, ശക്തമായിട്ട് എതിർക്കാൻ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വയസ്സായ ഒരു അച്ഛൻ, ധ്യാനഗുരുവാണ്, കത്തോലിക്കരെ കേൾക്കാൻ വേണ്ടി പറയുക. അച്ഛനൊരു മരണാവസ്ഥയുണ്ടായിട്ട് അച്ഛൻ മരണപ്പെട്ടു. ഈ അടുത്ത സമയത്ത് നടന്നൊരു സംഭവം. ഇച്ചിരി വയസ്സ് ധ്യാനഗുരു അച്ഛനാണ്, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സ്വർഗത്തിൽ വെച്ച് അതായത് മാതാവുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയ സമയത്ത് മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞത്, എൻ്റെ പേരിൽ ജനങ്ങൾ ഒരുപാട് അനാവശ്യങ്ങൾ കാണിക്കുന്നു, അതുകൊണ്ട് താഴെ ചെന്നിട്ട് നീ അത് പ്രസംഗിക്കാൻ പറഞ്ഞു. ജനങ്ങൾ വരേണ്ടത് യേശുവിൻ്റെ അടുക്കിലേക്കാണ്, എൻ്റെ പേരിൽ വരരുത്, അത് നിങ്ങൾ ചെന്ന് പറയാൻ പറഞ്ഞു. ഇത് തന്നെ ഞങ്ങളോടൊക്കെ ഈ വിജനമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ ഉടമ്പടി ഉറപ്പിക്കുന്നില്ലയോ? സ്വർഗം ശക്തമായി എതിർക്കുന്ന ഒരു കേസാണത്. ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കാൻ പോയിട്ടുള്ളവർക്ക് നോക്കിക്കോ, എണ്ണി വെച്ചോ പണി കിട്ടിയിരിക്കും. ഉറപ്പിച്ചിട്ടുള്ളവർക്കല്ല. അങ്ങനെ ഇതൊക്കെ വെളിപാട് കിട്ടിയ ദൈവദാസന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അല്ല ഈ ചക്കയും മീനും തിന്ന് കിടക്കുന്ന സാധനങ്ങളൊന്നും ഇത് പറഞ്ഞു തരത്തില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് യേശുക്രിസ്തു അല്ലാത്ത രക്ഷ തേടിപ്പോകുന്നവർ ഒരിക്കലും അവർ പരിശുദ്ധാത്മാവിലുള്ളവരല്ല. അവരെല്ലാം വിഗ്രഹ ആരാധനയുടെ ആത്മാവുള്ളവരാണ്. നിങ്ങൾ ശുദ്ധരായ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കേണ്ട. നിങ്ങൾക്ക് ശുദ്ധരായ ക്രിസ്ത്യാനി, ഞാൻ പറഞ്ഞല്ലോ ഞാനും മാതാവും തമ്മിൽ പിണക്കമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇന്നേ വരെ ഞാൻ മാതാവിനെ ആരിൽ നിന്നും വെറുപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും നിന്നും മാതാവിനെ വെറുപ്പിച്ചിട്ടുണ്ടോ? ഞാൻ CSA വെറുപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വെറുപ്പിച്ചിട്ടില്ല. പക്ഷെ മാതാവിനെ ആരാധിക്കാനോ എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. വെറുപ്പിക്കത്തില്ല. വിശുദ്ധരെ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല. പക്ഷെ രക്ഷ ആരിൽ നിന്നാണ്? യേശുവിൽ നിന്ന്. അതാണ് ജീസസ് വിഷൻ പഠിപ്പിക്കുന്നത്. രക്ഷ യേശുവിൽ നിന്നാണ്. യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. അത് ഞങ്ങൾ പ്രസംഗിക്കും, ഇനിയും പ്രസംഗിക്കും, ആരെതിർത്താലും പ്രസംഗിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കണം, കർത്താവേ ഈ ഇന്ന പേരിൽ, മാതാവിൻ്റെ പേരിൽ ദാണ്ട് ഇന്നടത്ത് ഒരു സംഭവം നടക്കുന്നു, ദൈവഹിതമാണോ, അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണോ? അത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. മക്കളെ പോകല്ലേ, അത് എൻ്റെ പദ്ധതിയിലല്ല. നിങ്ങളോട് അല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് പറയും, നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും പഠിയേ.
വിശ്വസിച്ചുകൊണ്ട് ഉള്ളം തുറന്ന് പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ലഭിക്കും. ലഭിക്കാതെ പോകുകയില്ല, ലഭിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്നത് തമ്പുരാനോടാണ്, ജീവിക്കുന്ന ദൈവത്തോടാണ്. ഫയർ ഇറങ്ങട്ടെ, പ്രാർത്ഥനയുടെ മേൽ തീ ഇറങ്ങട്ടെ, പ്രാർത്ഥനയുടെ മേൽ തീ 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 തീ, പ്രാർത്ഥനയുടെ മേൽ തീ ഇറങ്ങട്ടെ, തീ കത്തട്ടെ. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മേൽ തീ ഇറങ്ങിയതുപോലെ ദൈവവിശ്വാസിയുടെ പ്രാർത്ഥനയുടെ മേൽ ഫയർ ഇറങ്ങട്ടെ. ദൈവവിശ്വാസിയുടെ പ്രാർത്ഥനയുടെ മേൽ തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീ 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 തീ. ഓ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ. സകലതും നടപ്പാകുന്ന വൻ ശക്തി ഇറങ്ങട്ടെ. ഓ കൃപ 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 കൃപ